ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 27% തീരുവ ചുമത്താനുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്റെ തീരുമാനം രാജ്യത്തിന്റെ വിദേശ വ്യാപാരത്തെ സാരമായി ബാധിക്കുമെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റേത് ദുർബലവും പരാജയപ്പെട്ടതുമായ വിദേശ നയമാണെന്നും കോൺഗ്രസ് ശക്തമായി തന്നെ കുറ്റപ്പെടുത്തി. ഇന്ത്യയുടെ ദേശീയ താൽപ്പര്യങ്ങളെ ഹനിച്ചുകൊണ്ടുള്ള ബന്ധങ്ങൾ ഒരിക്കലും സാധ്യമല്ലെന്നും അഹമ്മദാബാദിൽ നടക്കുന്ന AICC സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കരട് പ്രമേയത്തിൽ കോൺഗ്രസ് വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. AICC സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് കരട് പ്രമേയം മാറ്റങ്ങൾക്ക് വിധേയമാക്കാമെന്നും പാർട്ടി നേതാക്കൾ പറയുകയുണ്ടായി. പ്രധാനമന്ത്രിയുടെ വാഷിംഗ്ടൺ DC സന്ദർശന വേളയിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നമ്മൾ എല്ലാവരെയും പരസ്യമായി അപമാനിക്കുകയും നമ്മുടെ രാജ്യത്തെ താരിഫ് ദുരുപയോഗം ചെയ്യുന്നവർ എന്ന് മുദ്ര കുത്തുകയുമായിരുന്നു ചെയ്തിരുന്നത്. ഇന്ത്യൻ കുടിയേറ്റക്കാരെ മൃഗങ്ങളെപ്പോലെ പരിഗണിച്ചു. മാത്രമല്ല അമേരിക്കയിൽ നിന്ന് ചെങ്ങലകളാലും കൈവിലങ്ങുകളാലും നാട് കടത്തുകയും ചെയ്തു. നിർഭാഗ്യവശാൽ വിദേശകാര്യ മന്ത്രി പോലും പാർലമെന്റിൽ US നമ്മുടെ കുടിയേറ്റക്കാരോട് ഈ മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസിന്റെ കരട് പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ 27% താരിഫ് ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തെ കാര്യമായി തന്നെ ബാധിക്കുമെന്നതിലും സംശയമൊന്നുമില്ല. കരട് പ്രമേയം അത് വെളിപ്പെടുത്തുന്നുമുണ്ട്. മറുവശത്ത് നിലനിൽക്കുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ കുറയ്ക്കുമെന്ന് അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നതാണ്. പ്രത്യേകിച്ച് കൃഷി, മദ്യം, ഓട്ടോമൊബൈൽസ്, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിലെല്ലാം. ഇത് ഇന്ത്യൻ കർഷകർക്ക് മാത്രമല്ല, മറിച്ച് നമ്മുടെ ചലനാത്മകമായ ആഭ്യന്തര ഓട്ടോമൊബൈൽ, ഫാർമസ്യൂട്ടിക്കൽ വ്യവസായങ്ങൾക്കും ഗുരുതരമായ പ്രഹരമായിരിക്കും ഏൽപ്പിക്കുകയെന്നും പ്രമേയത്തിൽ നിന്നും വ്യക്തമാണ്. മുൻകാലങ്ങളിലെ നമ്മുടെ സർക്കാരുകൾ തത്വധിഷ്ഠിതവും ദീർഘവീക്ഷണമുള്ളതുമായ വിദേശ നയത്തിലൂടെ ഇന്ത്യയുടെ ആഗോള നിലവാരം ഉയർത്തി ലോകവേദിയിൽ നേതൃത്വം പ്രകടിപ്പിക്കുകയും ചെയ്തുവെന്ന് കോൺഗ്രസ് അഭിപ്രായപ്പെടുകയുണ്ടായി. നമ്മുടെ ഗവൺമെന്റുകളുടെ വിദേശ നയം എപ്പോഴും ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കൽ, അതുപോലെ ആഗോള അധികാര സന്തുലിതാവസ്ഥ, പരസ്പരം ഐക്യത്തിലൂടെ സംഭാഷണത്തിലൂടെ പരിഹാരങ്ങൾ കണ്ടെത്തൽ, മാത്രമല്ല അന്താരാഷ്ട്ര സഹകരണം, തർക്കങ്ങളുടെ സമാധാനപരമായ പരിഹാരം എന്നിവയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണെന്ന് കരട് പ്രമേയത്തിൽ പറയുന്നുണ്ട്. ദുഃഖകരമെന്ന് പറയാം, നിലവിലെ ഭരണകൂടം വ്യക്തിഗത ബ്രാൻഡിംഗ്, നിഷ്പക്ഷ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കൽ എന്നിവയുടെ ബലിപീഠത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ അയൽപ്പക്ക നിലപാട് യഥാർത്ഥത്തിൽ ആശങ്കാജനകവുമാണ്.